Good afternoon, sir. Yes, Ankita, good afternoon. Okay, let us start. Yes. Nugarabishalo. Ankita. Yes, sir. Yes. Nunduvitti Vala Shushkamala number Jensingia. Andane sir Avila. Yes. Okay. Put it. Niglaga Vishinga. Ah, Aparna, you got to Nugarabia. Yes. About the discussion on unity number 3 verb system number auxiliary verb and helping verb and negative വാചകങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഏതാണ്ട് അവസാന ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
അടുത്ത ഒരു യൂണിറ്റിലെ കാര്യങ്ങളാണ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് യൂണിറ്റ് നമ്പർ 4. യൂണിറ്റ് നമ്പർ 4, tense of verbs in English. Tense of verbs in English. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, ടെൻസ് ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ബേസിക് ആയിട്ട് പറയും. നമുക്കറിയാവുന്ന പോലെ ഓരോ വെർബ് എടുത്തു കഴിഞ്ഞാലും, വെർബ് എന്ന് പറഞ്ഞാല് പ്രവൃത്തി, ആക്ഷൻ, ഓരോ വെർബ് എടുത്തു കഴിഞ്ഞാലും അതിന് നമ്മൾ 3 ടെൻസ് പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പിന്നീട് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമുക്കറിയാം. ഗോ, വെന്റ്, ഗോൺ. ടേക്ക്, ടുക്ക്, ടേക്കൻ. റീഡ്, റെഡ്, റെഡ്. കട്ട്, കട്ട്, കട്ട്. അങ്ങനെ ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് കോമൺ ആണ്, നമുക്കറിയാവുന്നതാണ്, കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തില് 12 ടെൻസിന്റെ ഫോം ഉണ്ട്. 12 ടെൻസിന്റെ ഫോം. അതിൽ ആ 12 എണ്ണവും നമ്മൾ അറിഞ്ഞില്ല എങ്കിലും ഒരു 9 എണ്ണം ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള പഠനത്തിന് നമ്മളെ സഹായിക്കും. ടെൻസിന്റെ ഫോം എന്താണെന്ന് അറിയാം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇംഗ്ലീഷിൽ 12 ടെൻസിന്റെ ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂവസ്, പാസ്റ്റ് കണ്ടിന്യൂവസ്, ഫ്യൂച്ചർ കണ്ടിന്യൂവസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതാണ് 12. ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, വളരെ സിമ്പിൾ ആണ്. യെസ്. അപ്പൊ നമ്മൾ എപ്പോഴും അറിയേണ്ടത്, ഇംഗ്ലീഷില് നിങ്ങളുടെ വീട്ടില് പേപ്പറിന്റെ കൂടെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും ഏത് ടെൻസിലാണ് ആ സെന്റൻസ് എഴുതിയിരിക്കുന്നത് എന്നെങ്കിലും നോക്കാം. അത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബോധ്യപ്പെടുക. ഇന്ന ടെൻസിൽ എഴുതിയിരിക്കുന്ന വാചകമാണത് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു അറിവുണ്ടാകും. അത് വളരെ നല്ല കാര്യമാണ്. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതിക്കോ, സിമ്പിൾ പ്രസന്റ്. അണ്ടർലൈൻ ചെയ്യും. SIMPLE, സിമ്പിൾ. PRESENT, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ ഒരു സെന്റൻസ് കാണുമ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമുക്കറിയാം, ഏത് സെന്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ഒരാള്. പിന്നെ ഒരു വെർബ് ഉണ്ടാവും. വെർബ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്ത പ്രവൃത്തി. പിന്നെ ആരെ അല്ലെങ്കിൽ എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ അതൊക്കെ അങ്ങനെ ഇല്ല. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ, ആ സബ്ജക്റ്റും വെർബും മാത്രം നോക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും ഏത് ടെൻസിലാണ് ആ സെന്റൻസ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. താഴെ എഴുതുക, സിമ്പിൾ പ്രസന്റ് താഴെ എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഞാൻ ഷോർട്ട് ഫോം ആണ് എസ് എന്ന് തന്നെ. എസ് പ്ലസ് വി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബാണ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് ഞാൻ വി എന്ന് പറഞ്ഞത്. വിയുടെ ബ്രാക്കറ്റില് പ്രസന്റ് ടെൻസ് എന്നില്ല, പ്രസന്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്. ഓക്കെ. ഇനി ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ്, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് എന്ന് ഞാൻ പറയാം. ഡ്രിങ്ക്, ഐ ഡ്രിങ്ക്. പിന്നെ സെന്റൻസിനോട് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ടീ, തേയില, ചായ, ഡെയിലി. ഐ ഡ്രിങ്ക് ടീ ഡെയിലി. അപ്പൊ ടീയും
ഡെയിലി എന്നുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐ ഡ്രിങ്ക് സബ്ജക്റ്റ് ഉണ്ടായി, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ഇതെന്താണിത്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തില് എപ്പോഴും സബ്ജക്റ്റ് കഴിഞ്ഞാല് പിന്നെ വരുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിൽ ഒരു സബ്ജക്റ്റ് പിന്നെ ഒരു പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോ. അമീഷ, അമീഷ സുൽത്താന സാർ ഉണ്ട്. പറഞ്ഞു. കേട്ടില്ല. എന്താ സാർ? ഒരു സിമ്പിൾ എക്സാമ്പിൾ. എക്സാമ്പിളോ? റണ്ണിങ് വരും. കേട്ടുകൂടെ സാർ? കട്ടായി പോണു. എന്താ സാർ കേട്ടില്ലേ? ബ്രേക്ക് ആയി പോകുന്ന പറ സാർ. ഇപ്പൊ കേക്കാം. ഇപ്പോഴോ? ഇപ്പൊ കേക്കാം. പറഞ്ഞോളൂ. സബ്ജക്റ്റ് ഒരു വാചകം. രാഹുൽ is playing. Okay. Samira MT. Sachina Ando. Sir, പറഞ്ഞോളൂ സജന. she plays piano. Correct ആണ്. She plays piano. Very good. She, അവൾ. Plays, വായിക്കുന്നു. PLAYS വായിക്കുന്നു. പിയാനോ വായിക്കുന്നു. വെരി ഗുഡ്. ഓക്കെ, നല്ല വാചകം. അവിടെ എസ് ചേർക്കാനായിട്ട് മറക്കാതെ കറക്റ്റായിട്ട് എസ് ചേർത്ത് പറഞ്ഞു. വെരി ഗുഡ്. നാദിയ, വേറെ ഒന്നും പറഞ്ഞോളൂ. നാദിയ. യെസ്. അൻകിത. She reading books in library. ഓക്കെ. ING പാടില്ല. നമ്മൾ പറഞ്ഞിരുന്ന നേരത്തെ ING ഉണ്ടായില്ല. അപ്പൊ ING ഒഴിവാക്കാം. She read books. ഹി വരുമ്പോൾ ഒരു എസ് കൂടി ചേർക്കണം. ഹി റീഡ്സ് ബുക്ക് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് അവൻ പുസ്തകം വായിക്കുകയാണ്. റീഡ്സ് എസ് ശരിക്കണോ? എസ് ചേർക്കും. ഹി ആണെങ്കിൽ എസ് ചേർക്കും. എസ്. അപ്പൊ നമുക്ക് പറയാം, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഒരു പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. വേറെ ഈസോ ആമോ ആറോ ING ഒന്നും ചേർക്കണ്ട. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസ് അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഈ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ആ ടെൻസ് കാണിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻ ആണ്. എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലി. നമുക്ക് പറയാം, നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾക്കറിയാം. നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന 6 മണിക്കാണ്. നിങ്ങൾക്ക് പറയാം, ഐ ഗെറ്റ് അപ്പ്. ഐ സബ്ജക്റ്റ്, ഗെറ്റ് അപ്പ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ സബന പറയുകയാണെങ്കിൽ ശബന എല്ലാ ദിവസവും 6 മണിക്ക് എഴുന്നേൽക്കണം. ഐ ഡ്രിങ്ക് 2 cups of tea daily. 2 കപ്പ് ചായ ഞാൻ കുടിക്കാറുണ്ട്. ഐ സബ്ജക്റ്റ്, ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 2 കപ്പേ കുടിക്കാറുള്ളൂ. അത് അയാളുടെ ശീലമാണ്. ഐ ബീറ്റ് മൈ ചിൽഡ്രൻ. ഞാൻ എന്റെ കുട്ടികളെ അടിക്കാറുണ്ട്. അതെന്റെ ക്യാരക്ടറാണ്. യെസ്. ഐ ഗോ ടു ടെമ്പിൾ പറയുന്നു. അതും സ്ഥിരമാണ്. നോക്കി, ഐ സബ്ജക്റ്റ്, ഗോ പ്രസന്റ് ടെൻസ്. ഐ ഗോ ടു ടെമ്പിൾ. ഞാൻ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്. യെസ്. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിൽ വരുന്നത്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിമ്പിൾ പ്രസന്റ്. അസൂര, നൗഷാദ്. അസൂര, ഈ എസ് വരുന്നത് എന്താ? ഞാൻ ജോയിൻ ചെയ്തത് ലൈറ്റ് ആയിട്ട്, അപ്പൊ മനസ്സിലായില്ല. എസ് വരുന്നത് പ്ലേസ് എന്ന് പറയുമ്പോ ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്. സംശയം ചോദിച്ചത് വളരെ നന്നായി. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ആ സബ്ജക്റ്റ്
ഹീ ആണെങ്കിൽ ഷീ ആണെങ്കിൽ സിംഗുലർ ഒരെണ്ണം ഉള്ളെങ്കിൽ, ഇത് മൂന്നും ആണെങ്കിൽ ഒരു എസ് കൂടി ചേർക്കണം. അതല്ല എങ്കിൽ എസ് ചേർക്കണം. ഐ വിൽ റിപ്പീറ്റ്. സബ്ജക്റ്റിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഇത് ഒരാളുള്ള ബോയ് ഗേൾ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ സിംഗുലർ. അങ്ങനെയാണെങ്കിലും ഹീ എന്ന് വന്നാലും ഷീ എന്ന് വന്നാലും ഈ മൂന്ന് കണ്ടീഷനിൽ വെർബിന്റെ കൂടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണം. അപ്പൊ നോക്കിയേ, ഹീ ലവ്സ് യു എന്ന് പറയും. പക്ഷേ ഐ ലവ് യു ലവ്സ് എന്ന് പറയില്ല, ഐ ലവ് യു എന്ന് പറയുള്ളൂ. ശരിയല്ലേ? ഐ ലവ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത് അങ്ങനെയല്ലല്ലോ കേൾക്കാറുള്ളത്. ഐ ലവ് യു ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഹീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ, ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ സിംഗുലർ ഒരാളുള്ളെങ്കിലും വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എങ്ങനെയാണെങ്കിൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ മാത്രം. പാസ്റ്റ് ടെൻസോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ വേണ്ട കേട്ടോ. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ കറക്റ്റ് ഒരു എസ് ചേർക്കണം. സജന അത് നേരത്തെ പറഞ്ഞപ്പോ കൃത്യമായിട്ട് അത് പറഞ്ഞു. ഷീ പ്ലേസ് പിയാനോ. ഷീ പ്ലേ എന്നല്ല, ഷീ പ്ലേസ് പിയാനോ. കറക്റ്റ് ആണ്. എന്ത് പറഞ്ഞു സിനു? സംശയം എന്താണ്? യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലാഹൻ. Sir, യെസ്. ഹൗ ആർ യു ലാഹൻ? fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ലാഹനോട് ചോദിക്കുകയാണ്, ലാഹന്റെ ജീവിതത്തിൽ ലാഹൻ സ്ഥിരം ചെയ്യാറുള്ള ഒരു 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞ സിമ്പിൾ പ്രസന്റൻസ് അത് വരുള്ളൂ. കാരണം എന്താണ്? സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സിമ്പിൾ പ്രസന്റ്. I wake up 6 o'clock. ഇൻ ദ മോർണിംഗ് അല്ലെ? ഇൻ ദ മോർണിംഗ്. അത് സാവകാശം മതി. കറക്റ്റ് ആണ്. ലാഹം പറഞ്ഞതാണ്, ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. ഐ വേക്കപ്പ് അല്ല, വേക്കപ്പ് പ്രസന്റൻസ് ആണ്. ഐ സബ്ജക്റ്റ്. ഐ വേക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. ഇനി അടുത്തതെന്നാണ് പറയൂ. I brush my teeth. ഞാൻ പല്ല് തേക്കാറുണ്ട്. ചുമ്മാതൊന്നുമല്ല. ഐ ബ്രഷ് മൈ ടീത്ത് ഡെയിലി. ഞാൻ എല്ലാ ദിവസവും പല്ല് തന്നെ. ബ്രഷ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് ബ്രഷിന്റെ ആണ്. ബ്രഷ്. ഓക്കെ. മൂന്നാമത്തെ പറയും. I drink coffee. അവിടെ എന്താ എസ് ചേർത്ത്? സിമ്പിൾ പ്രസന്റ് ആവുമ്പോ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ 3 കണ്ടീഷൻ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണത്? ഹി, ഷീ, ഇറ്റ് അല്ല, സിംഗുലർ. അവിടെ ഐ എന്നല്ല വന്നേക്കണ. ഐയുടെ കൂടെ എസ് വരില്ല. അതിന്റെ കൂടെ വേണ്ട അല്ലെ? സിംഗുലർ ആവുമ്പോ വേണം എന്നല്ലേ പറഞ്ഞ? ഓക്കെ. സിംഗുലർ ആവുമ്പോ വേണം. ഓക്കെ, വെരി ഗുഡ്. നല്ല സംശയമുണ്ട് ചോദിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാനത് വേറെ ആരും ചോദിക്കാതിരുന്ന സിംഗുലർ ആവുമ്പോ വേണമെന്നല്ലേ പറഞ്ഞത്? ഐ, ഞാൻ എന്ന് പറയുമ്പോ സിംഗുലർ അല്ലേ? ഒരാളല്ലേ ഉള്ളപ്പോ വേണ്ടേ? വെരി ഗുഡ് സംശയം. യെസ്. നേരത്തെ ചോദിച്ച വിസ്മയ ചോദിച്ചില്ല. യെസ്, ചോദിക്കാമായിരുന്നു. അപ്പൊ ഐ എന്ന് പറയുമ്പോ വേണ്ടേ? ഐയുടെ കൂടെ എസ് വരില്ല. അങ്ങനെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഐ സിംഗുലർ ആണെങ്കിലും എസ് വരാത്തത്. ഇതേ സംശയം വേറൊരു കാര്യങ്ങളിലും വരാം. നമ്മൾ ഒരാളുള്ളെങ്കിൽ യു, നീ എന്ന് പറയാം. ഒന്നിൽ കൂടുതലാണെങ്കിലും നീ എന്ന് തന്നെ പറയാം. അപ്പൊ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരാളെയും ഉദ്ദേശിക്കാം, ഒന്നിൽ കൂടുതൽ ഉദ്ദേശിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ലാഹൻ ചോദിച്ച സംശയം വേണമെങ്കിൽ തോന്നാം, അപ്പൊ യുവിന്റെ കൂടെയും എസ് വേണ്ടതല്ലേ? യു എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരാളെയാണ് ഉദ്ദേശിക്കണമെങ്കിലോ. അപ്പൊ ഒരു എക്സെപ്ഷൻ പഠിച്ചു വെച്ചേക്കാം. യു എന്ന് പറഞ്ഞാൽ ഒരാളെയും നമ്മൾ നീ എന്ന് പറയും അല്ലെ? ഒരാളിൻ്റെ അകത്ത് എഴുതിപ്പിച്ച് നിർത്തിയേക്ക് കൃഷ്ണപ്രിയ. എന്നിട്ട് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ നിങ്ങളെന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃഷ്ണപ്രിയ മാത്രമാണ്. കൃഷ്ണപ്രിയയെയും ഷെഫീനെയും സിയെയും എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് പറയണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ നിങ്ങളെന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 പേരെയും. അപ്പൊ ഒരാളായാലും നമുക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ന് വിളിക്കാം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും നമുക്ക് നിങ്ങൾ എന്ന് വിളിക്കാം. അതുകൊണ്ട് എപ്പോഴും ഇത് പ്ലൂറലായിട്ട് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് യുവിന്റെ കൂടെയും എസ് വേണ്ട. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പോയിന്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഹി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ, ഷീ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. എന്നാൽ ഐയുടെ കൂടെയോ യുവിന്റെ കൂടെയോ സിംഗുലർ ആയിട്ട് അത് തോന്നുമെങ്കിലും
എസ് ചേർക്കേണ്ടതില്ല. ഓക്കെ, നൗ ക്ലിയർ ലാഹൻ? യെസ്. യെസ്. ഐ പ്രിപ്പയർഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ ചായക്ക് പലഹാരം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, മൂന്നാമത്തെ രണ്ടോടി പറഞ്ഞോളൂ. ഐ ക്ലീൻ മൈ ഹോം. ഐ ക്ലീൻ മൈ ഹോം. എന്റെ വീട് ഞാൻ വൃത്തിയാക്കാറുണ്ട്. യെസ്, അതും ക്ലീൻ പ്രസന്റൻസ് ഒരെണ്ണോടി പറഞ്ഞോളൂ ലാഹൻ. ഐ വാഷ്ഡ് മൈ ഡ്രസ്. യെസ്, ഐ വാഷ് മൈ ഡ്രസ് എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന 5 കാര്യങ്ങൾ പറയണമെന്നുണ്ടോ? പറഞ്ഞോളൂ, സിനു പറഞ്ഞോളൂ. I study in class. I study online class. Yes, very good, very good. I watch TV in the evening. I watch TV in the evening. That's a sentence. I watch. Percentage of the verb. Very good. Any they വെച്ച് എന്റെ ഫാമിലിയിൽ വേറെ എന്റെ ഫാദർ, എന്റെ മദർ, അങ്ങനെയൊക്കെ പറഞ്ഞോ? We have lunch at 1 p.m. We have lunch at 1 p.m. 1 മണിക്ക് ഞങ്ങൾ ഊണ് കഴിക്കാറുണ്ട്. Yes, okay. My mother cooks dinner every day. My mother cooks dinner every day. Cooks നോക്കി മദർ, ഒരാളെ ഉള്ള അമ്മ. അപ്പൊ കുക്ക് എന്ന് പറഞ്ഞാൽ പോരാ, കുക്സ് വല്ല. My mother cooks dinner every day. എന്റെ അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഞാൻ ആ വഴിക്ക് പോകാറുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സിനിമ കറക്റ്റ് ആണ്. യെസ്, അത് മദർ വന്ന് ചിലപ്പോൾ കുക്സ് തന്നെ പറഞ്ഞു, അതും കറക്റ്റ് ആണ്. യെസ്, ഇനി ആർക്കെങ്കിലും? യെസ്, അപ്പൊ അത് മനസ്സിലായില്ല. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. വെരി സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ ആണ്. അത് ഹാബിച്വൽ ആക്ഷനെയാണ് കാണിക്കുന്നത്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണ് കാണിക്കുന്നത്. യെസ്, അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ അടിയിൽ ഒരു എക്സാമ്പിൾ ഇത്. എക്സാമ്പിൾ, they read, R-E-A-D, read books, B-O-K-S, books. എക്സാമ്പിൾ നമ്പർ 2 ഒരെണ്ണം നമുക്ക് സിംഗുലർ വെച്ച് എഴുതാം. അപ്പൊ നമുക്ക് എസ് ചേർക്കേണ്ട കാര്യം മറന്നുപോലെ, അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാം. എക്സാമ്പിൾ നമ്പർ 2, he reads, R-E-A-D-S, reads book. He reads book. അപ്പൊ എക്സാമ്പിൾ എഴുതിയല്ലോ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി രണ്ടാമത്തെ ഹെഡിങ് എഴുതിക്കും, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ സ്ട്രക്ചർ എഴുതിക്കോ. എസ് പ്ലസ്. സാർ, പറയൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, ഇവിടെ ഹി റീഡ്സ് ബുക്ക് എന്നല്ലേ, ബുക്സ് എന്ന് വന്നില്ലല്ലോ, അങ്ങനെ എസ് ചേർക്കില്ല അല്ലെ? മറ്റേ റീഡിൽ എസ് വന്നു കഴിഞ്ഞാൽ വായിക്കാറുണ്ട്, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, അത് കുഴപ്പമില്ല. വെർബിന്റെ കൂടെയാണ് എസ് വന്നത്. വെർബിന്റെ കൂടെ, മറ്റത് വെർബല്ല, നൗണാണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ പേരല്ലേ. ഞാൻ പുസ്തകം വായിക്കാറുണ്ട്, ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, അതാണ്. അത് പേടിക്കുന്നത്. വെർബിന്റെ കൂടെയാണ് എസ് ചേർക്കുന്നത്, അതാണ് ഓർമ്മ. യെസ്, അപ്പൊ നമുക്ക് അടുത്തത് പറയാം. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ, PAST പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ഒരു ഹെഡിങ് എഴുതി വെക്കാം. അതിന്റെ അടിയിൽ എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ള ഷോർട്ട് ആണ് എസ്. എസ് പ്ലസ് വി, വെർബ് എന്നുള്ള ഷോർട്ട് വി എന്നത്, വി. എന്നിട്ട് ബ്രാക്കറ്റിൽ പാസ്റ്റ് ടെൻസ് എന്നതാണ്, പാസ്റ്റ് ടെൻസ്. യെസ്, സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉള്ളതാണ്. യൂനൈസ് വല്ലതും പറയാൻ പോയാ? യെസ് സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു സാർ. കണ്ടീഷണൽ സെന്റൻസസ് എന്നുള്ള യൂണിറ്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടീഷൻ സെന്റൻസ് ഇതിന് മുമ്പ് എടുത്തിട്ടുള്ളതാണ് സാർ.
ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഒക്കെ നമ്മൾ എടുത്ത പോർഷൻസ് ആയിരുന്നു. അത് നമ്മൾ കണ്ടീഷണൽ സെന്റൻസ് എടുത്ത സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായി. ശരിയാണ്. അന്ന് നമ്മൾ ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്, അതുകൊണ്ട് അത് തന്നെയാണ് എടുക്കുന്നതെന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് ചോദിച്ചത്. ഇന്റലിജൻസ് ഓക്കെ, നമ്മളത് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ വിശദമായിട്ടുള്ള നമുക്ക് പിന്നീട് എടുക്കാം. ഇപ്പൊ കണ്ടീഷണൽ സെന്റൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 ടെൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ സാർ, ഞാൻ ഡൗട്ട് ഉള്ളതുകൊണ്ട് ചോദിച്ചത്, ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. യെസ്. അപ്പൊ സബ്ജക്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് നടക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയണം ഐ ഗോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഐ ഗോ സെന്റൻസ് തെറ്റാണെന്നല്ല, സിമ്പിൾ പാസ്റ്റ് ആവില്ല. ആ ഗോ എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വെന്റ്. ഐ വെന്റ് ടു ഡൽഹി. ഇപ്പൊ കറക്റ്റ് കേട്ടോ. ഐ വെന്റ് പാസ്റ്റ് ടെൻസേ പറയാവൂ. സബ്ജക്ട് ഐ, വെന്റ് പാസ്റ്റ് ടെൻസ്. ഷീ വെന്റ് ടു ഡൽഹി. ഇവിടെ ഒരു പക്ഷേ ഒരു സംശയം ആർക്കെങ്കിലും തോന്നാം, ഷീ അല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പൊ വെർബിന്റെ കൂടെ ഒരു എസ് ചേർക്കണ്ടേ, വെൻസ് അല്ലേ വേണ്ടത്? ചിലപ്പോ ഒരു സംശയം തോന്നാം നിഷ്കളങ്കരായ ആളുകൾക്ക്. പക്ഷെ അവിടെ ഞാൻ അവരോട് പറയുന്നു, ഇവിടെ സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എസ് ചേർക്കണ്ട, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം എസ് ചേർക്കാം. അങ്ങനെയാണ് നീ എസ്. അപ്പോ ഷീ വെന്റ് ടു ഡൽഹി പറയാം. രാവിലെ ഞാൻ എന്തുണ്ടാക്കി? വഴക്കുണ്ടാക്കി. ഐ കോറൽഡ് വിത്ത് മൈ ഹസ്ബൻഡ്. ഞാൻ ഭർത്താവുമായിട്ട് രാവിലെ എന്ത് ചെയ്തു? വഴക്കുണ്ടാക്കി. രാവിലെ ഞാൻ കുട്ടികളെ ശകാരിച്ചു. ഐ സ്കോൾഡഡ്. സ്കോൾഡ് എന്നുള്ള പാസ്റ്റ് ടെൻസ്. സ്കോൾഡഡ് മൈ ചിൽഡ്രൻ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ അവരിൽ നിന്ന് ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ സംഭവമാണ്. ഇന്നലെയോ മിനിയെന്നാളോ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ, അതായത് ഇപ്പൊ നമ്മൾ 12/27 ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കാര്യവും എന്താണ്? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിൽ പറയാം. രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റ്. ഐ ഗോട്ട് അപ്പ്. ഗെറ്റ് അപ്പ് എന്ന് പറയുന്ന പാസ്റ്റ് ആണ് ഗോട്ട് അപ്പ്. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? രാവിലെ പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ് BRUSHED മൈ ടീത്ത്. പല്ല് തേച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയി. ഐ വെന്റ് ടു കിച്ചൺ. കണ്ട, ഗോ പറയരുത്, പാസ്റ്റ് വെന്റ്. ഐ വെന്റ് ടു കിച്ചൺ. ഞാൻ അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 1 കപ്പ് ചായ ഉണ്ടാക്കി. ഐ മെയ്ഡ്. മേക്ക് എന്ന് പറയുന്ന പാസ്റ്റ് ഉണ്ടാക്കി. മെയ്ഡ് എ കപ്പ് ഓഫ് ടീ. ഞാൻ 1 കപ്പ് ചായ ഉണ്ടാക്കി. ആ ചായ ഞാൻ കുടിച്ചു. ഐ ഡ്രാങ്ക് ദാറ്റ് കപ്പ് ഓഫ് ടീ. ആ 1 കപ്പ് ചായ ഞാൻ കുടിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എന്റെ ദിനചര്യകൾ ആരംഭിച്ചു. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ റൊട്ടീൻ വർക്ക്. എന്റെ ദിനചര്യകൾ ആരംഭിച്ചു. യെസ്. അറ്റ് 6:30 6:30 ഐ കോൾഡ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ചിൽഡ്രൻ. ഞാൻ എന്ത് ചെയ്തു? 6:30 എന്റെ ഭർത്താവിനെയും കുട്ടികളെയും വിളിച്ചു. ദെൻ ഐ മെയ്ഡ് ടീ. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചായ ഉണ്ടാക്കി. ആദ്യം പറഞ്ഞ ഞാൻ ഉണ്ടാക്കി കുടിച്ചു. 6:30 ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഐ ഗേവ് ദ ടീ ടു മൈ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, വേറെ വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പറയാം. ഇവർക്കൊക്കെ ഞാൻ ചായ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് ഞാൻ ആലോചിച്ചു. ഐ തോട്ട് ഓഫ് വാട്ട് ടു മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ചു. അപ്പൊ ഇന്നലെ പുട്ടായിരുന്നു. അപ്പൊ ഇന്ന് വേണമെങ്കിൽ പുട്ട് വേണ്ട, പിള്ളേര് കഴിക്കില്ല. സോ ഐ തോട്ട് ടു മേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കണ്ട, എല്ലാ സംഭവവും ഒരു പാസ്റ്റ് ടെൻസിൽ പറയാം. ഇനി കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഐ വെന്റ് ടു ദ ബർത്ത്ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയി. യെസ്.
അവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. ദയർ ഐ മെറ്റ്, മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. മൈ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളെ കണ്ടു. ഞങ്ങൾ 1 മണിക്കൂറോളം സംസാരിച്ചു. വി ടോക്ട് TALK ഫോർ 1 hour. 1 മണിക്കൂർ സംസാരിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. യെസ്, ഞാൻ നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. ഞാൻ 1 പ്ലേറ്റ് ബിരിയാണി കഴിച്ചു. ഐ ഈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ate a plate of ബിരിയാണി. യെസ്, ബിരിയാണി കഴിച്ചു. യെസ്, പിന്നെ ഞാൻ ആ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഐ ഗേവ് എ ഗിഫ്റ്റ്. യെസ്, നമുക്കറിയാം നമ്മൾ കൊടുത്ത ഗിഫ്റ്റിന് 2000 rupees വില വരും. അപ്പൊ നമുക്കത് പറയാം, ഐ ഗേവ് എ ഗിഫ്റ്റ് ഓഫ് 2000 rupees. 2000 രൂപ വില വരുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു, അല്ലെ? കൊടുക്കൂല, എന്നാലും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. 2000 rupees വരുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. യെസ്, എടാ, അങ്ങനെ കഴിഞ്ഞു പോയ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാം. അതാണ് സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസ്റ്റ് ടെൻസ് വേണം. ഓക്കെ, അത്സ കെ ജോയ്. അത്സ കെ ജോയ്, പറയാം സാർ. ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പറയാം. അത്സ കെ ജോയുടെ ജീവിതത്തിൽ എല്ലാം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. നോക്കട്ടെ. വെരി ഗുഡ്. ഇപ്പൊ ശരിയാക്കുന്നില്ല. ഓക്കെ. I went to market Yes, in I yesterday. went to market. ഞാൻ ഇന്നലെ മാർക്കറ്റിൽ പോയിരുന്നു. കറക്റ്റ് ആണ്. പിന്നെ I written a poem. നമ്മുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ആലോചിക്കും, നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാം. റൈറ്റ് എഴുതുക. പാസ്റ്റ് ടെൻസ് എന്താണ്? റോട്ട്. റോട്ട് റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ്. അപ്പൊ റിട്ടൺ അല്ല പറയേണ്ടത്, എന്താ പറയേണ്ടത്? റോട്ട് പറയണം. ഐ റോട്ട് എ പോയം. ഞാനൊരു കവിത എഴുതി. യെസ്, വെരി ഗുഡ്. I met my friend in the last week. I met my friend last week. കറക്റ്റ് ആണ്. അടുത്തെന്തുവാ? ഓക്കെ, അക്സക്ക് ആലോചിക്കാൻ അധികം സമയം കിട്ടിയിട്ടില്ല. എങ്കിലും ആ ചുരുങ്ങിയ സമയത്തിനുള്ള അക്സ അത് ആലോചിച്ച് പറഞ്ഞു. യെസ്, കറക്റ്റ് ആണ് അക്സ. ഇനി ആർക്കെങ്കിലും കഴിഞ്ഞ ആഴ്ച പങ്കെടുത്ത വിവാഹത്തെ കുറിച്ചോ, കഴിഞ്ഞ ആഴ്ച വീട് നടന്ന സംഭവത്തെ കുറിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ തമാശയെ കുറിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കടപ്പുറത്ത് പോയതിനെ കുറിച്ചോ, കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞു പോയതായിരിക്കണം, വരാൻ പോകുന്ന പറയുന്നത്. പാസ്റ്റ് ആവുക. സിമ്പിൾ പാസ്റ്റ് ആവണമെങ്കിൽ എല്ലാം കഴിഞ്ഞു പോയതായിരിക്കും. ഇനി ആർക്കാണ് പറയാൻ താല്പര്യം? സമയം I brought TV last week. അത് കറക്റ്റോ? I brought TV. Yes. അത് ബ്രോട്ട് വേണ്ട, ബോട്ട് മതി. വാങ്ങുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ഐ ബോട്ട് എ ന്യൂ TV ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു പുതിയ TV വാങ്ങിച്ചു. കറക്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്തതോ? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. സിയ, അൻകിത, ഇനി വല്ലതും ഉണ്ടോ? TV മാത്രമേ മേടിച്ചിട്ടുള്ളൂ സാറേ, വേറെ ഒന്നും മേടിച്ചില്ല. യെസ്, ഓക്കെ. ഇനി സിയ പറഞ്ഞു. I walked to school yesterday. I walked to school yesterday. Yes. Correct ആണോ സർ? അല്ല, ഞാൻ ആ വാക്ക് കിട്ടിയില്ല എനിക്ക്. Yes, I walked yesterday morning. കൊടുത്തു, അപ്പൊ ശരിയായി. I walked yesterday morning. Okay. ഇനി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൊരു English last night. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടില്ലേ? ഒരാളുടെ പേര് പറയും. ഇന്ന ആളെ കണ്ടു. I met a friend. ഫ്രണ്ടിന്റെ പേര് പറയാം. എന്താണ്? I friend മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ. ഞാൻ ആരെ കണ്ടു? നായരെ കണ്ടു. യെസ്. ഇനി നമ്മൾ കൃഷ്ണൻകുട്ടി നായരോട്ട് പോവാം. ഹി വാസ് മൈ കോളേജ് മേറ്റ്. അവൻ എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. കേട്ടോ? പിന്നെ അങ്ങനെ പോവാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സിയ, വെരി ഗുഡ്. യെസ്. ഇനി ആർക്കാണ് താല്പര്യം? She was sleeping in bus. ഷിപ്പിനെ പറഞ്ഞോളൂ.
കഴിഞ്ഞു പോയ സംഭവം പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ്. For yesterday. പറഞ്ഞു. ഷെഫീന CS. ഷെഫീന പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. When traveling, she was sleeping in bus. She was sleeping. അത് വന്നപ്പോൾ ഈ ടെൻസ് അല്ല, ടെൻസ് ഒന്നും മാറിപ്പോയത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വാസ്, ഈസ് അതൊന്നും വരില്ല. അതൊക്കെ വരുന്നത് നമ്മൾ നമുക്ക് പറയാൻ പോകുന്നുണ്ട്, അതിൻ്റെ അകത്തേക്ക് അതൊക്കെ വരും. യെസ്. Okay, sir. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ്. ഐ കിൽഡ്, ഞാൻ കൊന്നു. യെസ്, ആരെ കൊന്നു എന്നുള്ള പറയാം. ഐ വാഷ്ഡ്, ഞാൻ വൃത്തിയാക്കി കാർ വൃത്തിയാക്കി. ഐ ക്ലീൻ ദ കോർട്ട്യാർഡ്, മുറ്റം ഞാൻ വൃത്തിയാക്കി. ഐ കട്ട് മൈ ഹെയർ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ മുടി വെട്ടി. Okay, അയിന്റെ ഒന്നിച്ചിട്ട് വാസ് ചേർക്ക. എന്ത് വേണമെങ്കിലും പറയാം. Okay, sir. I was sleeping. I was. അത് കറക്റ്റ് ആണ്, പക്ഷെ സിമ്പിൾ പാസ്റ്റ് അല്ല. ഐ സ്ലെപ്റ്റ് എന്ന് പറയണം. സ്ലീപ്പ് പാസ്റ്റൻസ് സ്ലെപ്റ്റ് ആണ്. ഐ സ്ലെപ്റ്റ് സൗണ്ട്ലി യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ സുഖമായിട്ട് കിടന്നു. നല്ല ഉറക്കത്തിന് സൗണ്ട് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഐ കുക്ക്ഡ് ബിരിയാണി ലാസ്റ്റ് വീക്ക്. സുൽത്താന പറയുന്നു, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. സർ, ഐ വിസിറ്റഡ് മൈ സിസ്റ്റേഴ്സ് ഹോംസ് എന്നുള്ളത് ശരിയാവില്ലേ? ശരിയാണ്. ഐ വിസിറ്റഡ് മൈ സിസ്റ്റർ, എന്റെ സഹോദരിയെ സന്ദർശിച്ചു. I taught online class. ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് ആകുമ്പോ ഞാൻ പഠിപ്പിച്ചു അല്ലേ? ഐ ടോട്ട് ഇൻ ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് ഞാൻ പഠിപ്പിച്ചു. അല്ലെങ്കിൽ നമുക്ക് വേറെ ഐ വെന്റ് ടു ഹോസ്പിറ്റൽ യെസ്റ്റർഡേ ബിക്കോസ് ഐ ഹാഡ് എ ഫീവർ. ഓക്കെ സജന, കറക്റ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഹാഡ് എ കപ്പ് ഓഫ് ടീ. ഐ അറ്റൻഡഡ് ഓൺലൈൻ ക്ലാസ്. ഞാൻ ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു. അറ്റൻഡഡ്, ATTNDED. അപ്പൊ സംഗതി പിടിയിട്ടില്ല. യെസ്, പറഞ്ഞോളൂ. I went to hospital. കറക്റ്റ് ആണ്. I chose a doctor. യെസ്. കുറച്ചുകൂടി നല്ലൊരു വാക്ക് പറയാം. ചോസ് എന്നുള്ളത് മാറ്റിയിട്ട് ഐ കൺസൾട്ടഡ്. കൺസൾട്ട് എന്നുള്ളതിന്റെ പാസ്റ്റ് കൺസൾട്ട്. ഐ കൺസൾട്ടഡ് വിത്ത് എ ഡോക്ടർ. ഡോക്ടറുമായിട്ട് നമ്മൾ പറയുമ്പോൾ കൺസൾട്ടേഷൻ എന്ന് പറയും. After consultation, I went to house. അങ്ങനെ നേരിട്ട് വീട്ടിലോട്ട് പോയില്ല. ആഫ്റ്റർ കൺസൾട്ടേഷൻ ഐ വെന്റ് ടു ക്യാൻറ്റീൻ. ഒരു ചായ കുടിക്കൂ, ഒരു ബിസ്ക്കറ്റ് കഴിക്കൂ, എന്നിട്ട് പോകാം. യെസ്, പോരട്ടെ. ഐ കംപ്ലീറ്റഡ് I drank a cup of tea. Yes. I went. Then I went to. ഞാൻ വീട്ടിലോട്ട് പോകണ്ട. ഞാൻ ആദ്യം ഇങ്ങോട്ട് പോവാ, ബസ് സ്റ്റോപ്പിലോട്ട് പോവാ. Then I went to the bus stop. Then I got into okay. So I got into the bus. ബസിന്റെ ഉള്ളിലേക്ക് കയറി. Then I ate food. I ate food. Okay, correct. After the lunch, I slept. Yes, I slept. സ്നൂസ് എന്നൊരു വാക്കുള്ളൂ. ഉച്ചക്ക് ഉറങ്ങുന്ന ഉറക്കൂലേ, ഉച്ച മയക്കോളൂ. സ്ലെപ്റ്റ് എന്ന് പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. വേറെ വീടുണ്ടെന്ന് പറഞ്ഞാണ്. ഉച്ച മയക്കം. നന്നായിട്ട് ഇരുന്ന് ഉറങ്ങണല്ലോ, ജസ്റ്റ് ഒരു വാട്ടറിങ് എന്ന് പറയുമ്പോൾ വാട്ടേഡ് എന്നാക്കണം. സപന വാട്ടേഡ് കേട്ടോ, പാസ്റ്റ് ടെൻസ്. അപ്പൊ സംഗതി പിടിയിട്ടില്ല. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ സംഭവം. അതിന്റെ ഇടയിൽ എക്സാമ്പിൾ എഴുതിക്കുക. എക്സാമ്പിൾ നമ്പർ 1, they went to Delhi. They went to Delhi. ഒരു സിംഗുലറിന്റെ എക്സാമ്പിൾ കൂടി എഴുതിക്കോ. കാരണം അത് ഇവിടെ നമ്മൾ SC ചേർക്കാൻ വേണ്ടി കൺഫ്യൂഷൻ വന്നാലോ. എക്സാമ്പിൾ നമ്പർ 2, she went to Delhi. She went to Delhi. Yes, okay. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി സിമ്പിൾ പ്രസന്റ് ആയി, സിമ്പിൾ പാസ്റ്റ് ആയി. ഇനി അടുത്തത് ഹെഡിങ് എഴുതിക്കോ, സിമ്പിൾ ഫ്യൂച്ചർ. SIMPLE, സിമ്പിൾ
Sir, if you don't mind, sir, വേറെ ഒരു എക്സാമ്പിൾ പറയാമോ? She went to Delhi already ഒന്ന് തന്നു sir. വേറെ വേണം. ആ അത് ഇവിടെ പറഞ്ഞു. went എന്ന് വേണ്ട, went അല്ലാതെ വേറെ Okay. See, she visited, visited, visited Delhi. Visited Delhi. സന്ദർശിച്ചു, ഡൽഹി സന്ദർശിച്ചു, visited. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അതിനടിയിൽ എഴുതുക എസ് പ്ലസ് വിൽ ഓർ ഷാൽ. അപ്പൊ വില്ലെന്ന് എഴുതിയിട്ട് ഒരു സ്ലാഷ് വരുക, എന്നിട്ട് ഷാൽ എഴുതുക. രണ്ട് ലൈനിൽ ഒരെണ്ണം മതി. വിൽ ഓർ ഷാൽ, will or shall plus v, verb എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം v. എന്നിട്ട് ബ്രാക്കറ്റില് പ്രസന്റ് എന്നത്, പ്രസന്റ് ടെൻസ്, പ്രസന്റ്. ഓക്കെ, അപ്പൊ നോക്കാം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സബ്ജക്ട് പ്ലസ് എന്താണ് ബ്രാക്കറ്റില്? പ്രസന്റ് ടെൻസ്, PRESENT. വെർബിന്റെ പ്രസന്റ് എന്നാണോ സാർ? വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. ടെൻസിന്റെ പേര് സിമ്പിൾ ഫ്യൂച്ചർ, ടെൻസ് ഫോമിന്റെ പേര്. ഉപയോഗിക്കേണ്ട വെർബ് പ്രസന്റ് ടെൻസ് ആണ്. യെസ്, ഇനി നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എഴുതി, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതി, വില്ലോ ഷാലോ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതി, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള വാചകമാണ്. അപ്പൊ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഐ വിൽ, അല്ല സബ്ജക്റ്റ് ഐ ആണ്, വില്ല് വന്നു. പിന്നെ പ്രസന്റേഴ്സ് ഗോ, പ്രസന്റേഴ്സ് വില്ല് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റേഴ്സേ പറയാമോ, വെറ്റെന്ന് പറയും. വില്ല് കഴിഞ്ഞാൽ പ്രസന്റേഴ്സേ വരുള്ളൂ. പക്ഷെ അർത്ഥം കിട്ടുന്നത് എന്താണ്? ഭാവിയിൽ നടക്കാൻ പോണ കാര്യം. ഇതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നമ്മൾ അവിടെ ഗോ പറഞ്ഞപ്പോ പറഞ്ഞു പതിവിനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെയും ഗോ പറഞ്ഞപ്പോ പതിവിനെ സൂചിപ്പിക്കുന്നതല്ലേ എന്നൊരു പക്ഷെ വിസ്മയുടെ മനസ്സിൽ തോന്നും. പക്ഷെ ഇവിടെ പതിവല്ല, കാരണം തൊട്ട് മുന്നോട്ട് വില്ല് കിടപ്പുണ്ട്. വില്ല് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോണ സംഭവം വിചാരിച്ചു. ഐ വിൽ ഗോ ടു ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോകും. ഐ വിൽ യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ, ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കും. യു വിൽ കൺസൾട്ട് വിത്ത് മീ, ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്യും. യു വിൽ ഫൈൻഡ് മീ, നീ എന്നെ കാണും. ഐ വിൽ ടേക്ക് ദ റിവെഞ്ച്, ഞാൻ പ്രതികാരം ചെയ്യും. ഐ വിൽ പാസ് മോണ്ടിസോറി കോഴ്സ്, ഞാൻ മോണ്ടിസോറി കോഴ്സ് പാസ്സാകും. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ് വെൽ, ഞാൻ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കും. യെസ്, നോക്കിയേ, സബ്ജക്റ്റ് കഴിയുക, വില്ലോ ഷാലോ പറയുക, പിന്നെ വെർബിന്റെ പ്രസന്റൻസും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. ഐ വിൽ ഗോ, ഐ വിൽ വെൻഡ് പറയില്ല. അത് ഷെഫീടെ പറയുന്നു, ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യും. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. യെസ്, ഐ വിൽ റെസ്പെക്ട് എൽഡേഴ്സ്, മുതിർന്നവരെ ഞാൻ ബഹുമാനിക്കും. യെസ്, ലാസ്റ്റ് എന്ന് വരുന്നത് വില്ല്. യെസ്, കും. ഷാല് വന്ന സ്ഥലം ഐയുടെ കൂടെയും വിയുടെ കൂടെയും ഷാല വരുള്ളൂ. ഷാലും വരാം, ഐ ഷാൽ, വി ഷാൽ, കേട്ടോ. ഐയുടെ കൂടെയും വിയുടെ കൂടെയുമാണ് ഷാല് വരിക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ആരാണ്? അക്സ പറഞ്ഞു, സിനു വന്നു. രസിക PS, രസിക എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇനി എന്ത് കുരിശാണോ എന്റെ നേരെ വന്നത്? നിങ്ങള് ഒരു വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഇത് നമ്മുടെ ജോബ് സാറല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, എന്താ സാറേ പ്രശ്നം, ഞാൻ വരാം എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ മനസ്സുകൊണ്ട് എന്റെ ഒപ്പം പോകുന്നത് പറയാൻ പറ്റുള്ളൂ. സൗമ്യ സുമി. യെസ്. ആ യേസിന്റെ ഒരു ബലൂലല്ലേ സൗമ്യ, ബലത്തിൽ പറയാം. ശരി, ഓക്കെ, റൈറ്റ്, ടേക്ക് റെസ്റ്റ്. ഓക്കെ, അത് പറഞ്ഞാൽ മതി. യെസ്, ആഷ്മി മോൾ. ഞാൻ പറയാം സർ. പറയാം. യെസ്, ഓക്കെ. അപ്പൊ സൗമ്യ, ഓക്കെ, they will go to market. വിസ്മയ കറക്റ്റ് ആണ്. സൗമ്യയുടെ ജീവിതത്തില് സൗമ്യക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പല കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് വില്ല് വെച്ച് പറയാം.
സൗമ്യല്ലട്ടോ സാർ, സുമയാണ്. സുമയ, സോറി. സുമയക്ക് ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? സുമയക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, വളരെ വില കൂടിയ ഒരു കാർ ഞാൻ വാങ്ങും. ഇപ്പോഴല്ല, ജോലിയെ കിട്ടിയിട്ട്. അപ്പൊ എന്ത് പറയും? ഐ വിൽ ബൈ ആൻ എക്സ്പെൻസീവ് കാർ. ഞാൻ എന്ത് വാങ്ങും? ഒരു എക്സ്പെൻസീവ് കാർ വാങ്ങും. വീട് ചിലപ്പോ ആഗ്രഹം ഉണ്ടാവാം, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാവും. യെസ്, ഓക്കെ സജന, യെസ്, എനിക്ക് സ്വന്തമായി വീടുണ്ട്. അത് എന്റെ വീടല്ല, എനിക്ക് ഐ വിൽ ഓൺ ഹൗസ്. ഐ വിൽ ഹാവ് ഓൺ ഹൗസ്. എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കില്ല. യെസ്, ഐ വിൽ ബൈ എ ബ്ലൂ കളേർഡ് സ്കൂട്ടി. ഞാനൊരു നീല കളറുള്ള സ്കൂട്ടി വാങ്ങുക എൻ്റെ ഒരു ആഗ്രഹം. യെസ്, അങ്ങനെ സുമയുടെ ജീവിതത്തിൽ സുമയ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഇടക്കിടക്കെല്ലാം എടുത്ത് താലോലിച്ച് വീണ്ടും മനസ്സിൽ തിരിച്ചു വെക്കുക. ഓക്കെ സബന? സബന പറയുന്നു, ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. ഞാൻ കുറെ നാൾ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ മനോഹരമായിട്ട് സംസാരിക്കും. ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. യെസ്, എടാ ഒരു ആഗ്രഹം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുക. യെസ്, നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയൊക്കെ സംഭവിക്കും. യെസ്, ഓക്കെ. പറഞ്ഞോളൂ സുമയ. I will make a new house. ഐ വിൽ മേക്ക് എ ന്യൂ ഹൗസ്. ഞാൻ പുതിയൊരു വീടുണ്ടാക്കും. അത് സുമയുടെ ഒരു സ്വപ്നമാണ്. യെസ്, അടുത്തത്. I will wait. ഐ വിൽ വൺ ഡേ ഐ വിൽ ഗെറ്റ് എ ജോബ്. എനിക്കിത് ഒരിക്കൽ എനിക്കൊരു ജോലി ഞാൻ ലഭ്യമാക്കും. വെരി ഗുഡ് എനിക്കിത്. യെസ്, I will study. ഐ വിൽ സ്റ്റഡി മോണ്ടിസോറി. Montessori well. Montessori course well. മെയ്ഡ് പേഴ്സൺസ് ആണ്, മേക്കർ. ഓക്കെ, ഐ വിൽ സ്റ്റഡി മോണ്ടിസോറി. സിയ പറയുന്നു, ഐ വിൽ ഗ്രാജുവേറ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാനൊരു ഗ്രാജുവേറ്റ് ആകും. യെസ്, കറക്റ്റ് ആണ്. ഐ വിൽ വിസിറ്റ് താജ്മഹൽ ആസ് സൂൺ ആസ് പോസിബിൾ. കഴിയാവുന്നത്രയും നേരത്തെ ഞാൻ താജ്മഹൽ സന്ദർശിക്കും. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. I will visited Makkah. ഐ വിൽ വിസിറ്റഡ് എന്ന് പറയരുത്, വിസിറ്റ് പെർസെന്റേജ് മതി. വില്ല് കഴിഞ്ഞാൽ പെർസെന്റേജ്. ഐ വിൽ വിസിറ്റ് മക്ക. ഞാൻ എന്ത് ചെയ്യും? മക്കയിൽ പോകും. അല്ലെ, മക്കയിൽ പോയി വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് കൊണ്ടുവരും? അല്ലെ, ഇതൊരു ചോദ്യമുണ്ട്. ഓക്കെ സുമയ്യ. ഓക്കെ സുമയ്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഇനി ആ ചോദ്യം നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച കുറച്ച് കാര്യങ്ങളില്ല. ഐ വിൽ മീറ്റ്, ഞാൻ വെറുതെ ഒന്നും പറയുന്നത്, ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചു, പറഞ്ഞില്ല. ഐ വിൽ ബിക്കം എ മോണ്ടിസോറി ടീച്ചർ. ഓക്കെ അശ്മി, കറക്റ്റ്. അവിടെ ഞാൻ പറഞ്ഞു വന്നത് മീൻസ് എല്ലാരും കൂടി പറയാന്ന് വിചാരിച്ചു. ഷെൽ യൂസ് ആക്കുന്ന വീക്കല്ലോ. ഗ്രാജുവേറ്റ് മോണ്ടിസോറി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇവിടെ നമ്മുടെ ആഷ്മി പറഞ്ഞതിൽ ഒരു വാചകം കൂടി ഞാൻ ചേർക്കാണ്. ആ മോണ്ടിസോറി മുന്നിൽ ഞാൻ ഒരു വേർഡ് കൂടി ചേർക്കാണ്. ഐ ഷാൽ ബിക്കം എ ഗുഡ് മോണ്ടിസോറി ടീച്ചർ. ഞാൻ നല്ലൊരു മോണ്ടിസോറി അധ്യാപികയാണ്. യെസ്, ഓക്കെ, ഞാനൊരു വേർഡ് കൂടി ചേർത്താണ്. യെസ്, അതൊക്കെ നിങ്ങൾ അങ്ങനെ ആവണം. നിങ്ങളൊക്കെ അങ്ങനെ ആയി, നിങ്ങൾ പ്രശസ്തയിലോട്ടൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് നിങ്ങളെ കാണുമ്പോൾ ആളുകൾ ഭവ്യതയോട് കൂടിയിട്ട് ഓ ആ ടീച്ചർ പോടാറില്ല എന്ന് പറയണം, ബഹുമാനിക്കണം നിങ്ങൾ കാണുമ്പോൾ. യെസ്, അതാണ് ടീച്ചർ. നമ്മൾ പഠിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട് അല്ലെ കൃഷ്ണപ്രിയ. പക്ഷേ മനസ്സ് തുറന്ന് നമ്മൾ ടീച്ചറെ എന്ന് വിളിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ആ വേർഡ് കറക്റ്റ്, ടീച്ചറെ എന്ന് ഹൃദയം കൊണ്ട് നമ്മൾ വിളിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. യെസ്, കറക്റ്റ്, വെരി ഗുഡ്. അത് ശരിയാണ്, കുറച്ച് പേരുണ്ടാവുന്നു. എല്ലാവരും നമ്മൾ വിളിക്കുന്നുണ്ട് പഠിപ്പിച്ചവര്. പക്ഷെ നമ്മൾ പറയില്ലേ ഈ ടീച്ചറെയാണ് ടീച്ചറെ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്നത്. യെസ്, അപ്പോ നിങ്ങളെയും മറ്റുള്ളവരെ ടീച്ചറെ എന്ന് വിളിക്കുന്നത് ആ ഹൃദയവായ്പോട് കൂടിയായിരിക്കുകയാണ്. യെസ്, അപ്പൊ നിങ്ങൾ ഓർക്കണം, പണ്ട് ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ജോബ് സാർ ഇങ്ങനെ പറഞ്ഞിരുന്നു,
അന്ന് പറഞ്ഞത് നൗ ഐ ആം എക്സ്പീരിയൻസിങ്, ഇപ്പൊ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, അന്നൊരു പക്ഷേ എന്നോട് ചിലപ്പോൾ ഇത് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചെന്ന് വരികയില്ല. അപ്പൊ അത് ഓർത്തേക്കാം, ഇത് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് എന്ന്. ഒരുപാട് ആളുകളുടെ മനസ്സിൽ നിന്ന് നിൽക്കുക. ഞാനൊരു കാര്യം പറയാം. സജന ആൻഡ് യെസ്, സജന പോയി വരുന്നേക്ക്. തസ്നീം ബീബി, Tasneem is getting ready. We shall conclude the class in few minutes. Okay, correct. Oh, very good, Amisha. I will speak English. Oh, okay, Tasneem. Okay. Tasneem, അവിടെ ഇങ്ങോട്ടുള്ള മെസ്സേജിലേക്ക്. അപ്പൊ Tasneem, how are you, Tasneem? Fine, thank you, sir. Very good. അപ്പൊ Tasneem, ഞാൻ ചോദിക്കുകയാണ്, ഒരു സിമ്പിൾ ചോദ്യം, പേഴ്സണൽ. തസ്നീമിന്റെ ഇത്രയും ഈ പ്രായത്തിന്റെ ഇടയിൽ തസ്നീമിനെ പഠിപ്പിച്ച് ധാരാളം ടീച്ചർമാരും സാറുമാരും ഒക്കെ ഉണ്ടാവും. എങ്കിലും ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ടീച്ചറില്ലേ? അതെ, യെസ് സർ. യെസ്, എന്താണ് ആ ടീച്ചറിന്റെ പേര്? സിസ്റ്റർ അനു. ഞാൻ കോൺവെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചത്. സിസ്റ്റർ ആയിരുന്നു. സിസ്റ്ററിന്റെ പേര് എന്താണ്? സിസ്റ്റർ അനു. സിസ്റ്റർ ആണ്. അപ്പൊ തസ്നീമിന്റെ മനസ്സിൽ ഉള്ളത് മൈ ഫേവറേറ്റ് ടീച്ചർ. മൈ ഫേവറേറ്റ് ടീച്ചർ. ഓക്കെ, ഉണ്ട്. യെസ്. അപ്പൊ തസ്നീം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ലൈക്ക് ടു ബി എ ടീച്ചർ, മോണ്ടിസോറി ടീച്ചർ. അപ്പോ ഈസ് ഇറ്റ് യുവർ ഡ്രീം പ്രൊഫഷൻ? യെസ്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, അങ്ങനെ തസ്നീം ഒരു ടീച്ചർ ആവുമ്പോ തസ്നീം ഏത് ടീച്ചർ പഠിപ്പിച്ചതായിരിക്കും? ഓക്കെ വിസ്മയ, താങ്ക് യു. ഏത് ടീച്ചർ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാനായിരിക്കും തസ്നീം ആഗ്രഹിക്കുന്നത്? സാറ് പഠിപ്പിച്ച പോലെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞു തന്നെട്ടാ. വേറെ പേടിയില്ലാതിരിക്കുക കുട്ടികൾക്ക്. ശരി, പേടിയില്ലാതെ നിങ്ങൾക്ക് അതാണ് പ്രശ്നം അല്ലേ? സമീറൊക്കെ ഒന്നും പേടിയില്ല. യെസ്, ഓക്കെ. യെസ്, നമുക്ക് നോക്കാം. അതായത് ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം വേറെ ഒന്നുണ്ടായിരുന്നു. തസ്നീമുക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരു ടീച്ചറില്ലേ? പല കാരണങ്ങളുകൊണ്ടായിരിക്കാം. ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ പറ്റില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാതിരുന്ന, അല്ലെങ്കിൽ ടീച്ചറെ പഠിപ്പിക്കാൻ മനസ്സിലാവാത്തതുകൊണ്ട് ആ ക്ലാസ്സിലോട്ട് വിരക്തി ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ഉണ്ടാവും. ഞാൻ ട്യൂഷൻ സെന്ററിൽ പഠിച്ചിരുന്നപ്പോ നല്ല അടിയായിരുന്നു. അപ്പൊ അടിപ്പിക്കേണ്ട പേരിലാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും അതുപോലെ ആവരുത് തസ്നീം. ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല എന്നൊരു തീരുമാനവും കൂടി എടുക്കണം. ഞാൻ ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന തീരുമാനം കൂടി എടുക്കാം. യെസ്, കുട്ടികളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യണം, അങ്ങനെ ആവില്ല ഒരിക്കലും. യെസ്, വെരി ഗുഡ്. നല്ല ടീച്ചറാവും. ഞാൻ ഇന്നലെ ഇതേപോലെ രാത്രി ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ അവർക്ക് കുറച്ച് ട്രാൻസ്ലേഷന്റെ വർക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം അവരെ കൊണ്ട് ഇങ്ങനെ വലിയ കുട്ടികളുണ്ട്, അതുപോലെ വലിയ പ്രായമുള്ള കുട്ടികൾ. യെസ്, അപ്പൊ അതിലൊരു കൊച്ചു പറയാം, ഞാൻ മര്യാദക്ക് ശരിയാക്കിയാണ് സാർ, എന്റെ അരികത്ത് നിന്നിട്ട് എന്റെ മോൻ എന്നെ തെറ്റിച്ചത്, അവൻ അതല്ല ഇതാണ് അമ്മയെന്ന് പറഞ്ഞത്. അപ്പോ അവരമ്മയും മകനും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത് രാത്രി. ഞാനത് ശരിയാക്കിയതാണ്, ബില്ല് വെച്ച് ഞാൻ എഴുതിയതാണ്. അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞ് ഡിഡ് നോട്ട് ആണ് അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോ ഞാനങ്ങനെ മാറ്റി എഴുതിയതാണ്. യെസ്. അപ്പോ എനിക്കത് കേട്ടപ്പോ സന്തോഷം തോന്നി. കാരണം അപ്പൊ ഒരു ചെറിയ പ്രായത്തിലുള്ള കൊച്ചുകൂടി അവിടെ വന്നിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചു. ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ആരെങ്കിലും അറിയാണ്ട് അനുകരിച്ചു പോകും. അതന്നെ, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അറിയാണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയെ അല്ലെങ്കിൽ അമ്മൂമ്മയെ അതൊക്കെ നിങ്ങൾ അനുകരിച്ചു പോകുന്നില്ലേ? അത് അനുകരിച്ചു പോകും, അത് വരും, അത് ഓട്ടോമാറ്റിക് ആണത്. യെസ്, അത് കണ്ടു കഴിയുമ്പോൾ വേറെ ഇത് നമ്മുടെ അമ്മൂമ്മനെ പോലെ തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെയാണ് കേട്ടോ എന്ന് പറയില്ലേ? അത് വരും, കറക്റ്റായിട്ട് അങ്ങനെയായിട്ട് സംഭവിച്ചിരിക്കും. കാരണം ആ ജീനുകൾ അങ്ങനെയായിട്ട് വേണ്ടേ. യെസ്. അപ്പോ നല്ലത് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നമുക്ക് പറ്റിയ സംഗതി ഉണ്ടെങ്കിൽ എടുത്തേക്കാം.
മോശമാണെങ്കിൽ ആ വിട്ട് കളഞ്ഞേക്കുക. ചില ആളുകളെ നമ്മൾ കണ്ടുപിടിക്കണം, ജീവിതത്തിൽ എങ്ങനെ ആകണം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ചില ആളുകളെ നമ്മൾ കണ്ടുപിടിക്കും, ജീവിതത്തിൽ എങ്ങനെ ആകരുത് എന്നുള്ളതിന് ചില എക്സാമ്പിൾസ് ഉണ്ടാവും. യെസ്, അപ്പൊ നമ്മൾ ഓക്കെ. തസ്ലീമ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ തസ്ലീമയുടെ ഉള്ളിലും ഒരു സ്വപ്നതുല്യമായ ജോലി കിടപ്പുണ്ട്, അതാണ് ടു ബി എ ടീച്ചർ, ഒരു അധ്യാപികയാവുക എന്നുള്ളത് അല്ലേ? പറഞ്ഞിട്ടുണ്ടാകുന്ന അറിയാൻ പാടില്ല. ടീച്ചേഴ്സ് ജോബ് ഈസ് എ ലിഷ്യസ് ജോബ് എന്നാണ്. വളരെ അധികം ഫ്രീ ടൈം കിട്ടുന്ന ജോലിയാണ് ടീച്ചർ. ഇപ്പോഴല്ലേ പൊതുവെ പറയണത്. ഇതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം അല്ലേ? ഒരു വർഷം 365 ദിവസമുണ്ട്. അതിൽ 52 ഞായറാഴ്ചയും 52 ശനിയാഴ്ചയും ടീച്ചർ സ്കൂളിൽ പോകണ്ട. അതെ, കുട്ടികൾക്ക് സ്കൂൾ ഇല്ലാത്തപ്പോ ടീച്ചർമാർക്ക് സ്കൂൾ ഉണ്ടാവില്ല. യെസ്, അപ്പൊ 104 ദിവസം 365 കുറക്കാം. അപ്പൊ ബാക്കിയുള്ള ദിവസം പോയാൽ മതി. അപ്പോ വിസ്മയ കണക്ക് പിടിച്ചോളെ. യെസ്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. 2 മാസം മധ്യവേനൽ അവധിയുണ്ട്, ഒരു 60 ദിവസം. ഒരു 60 ദിവസം കൂടി ഇങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ 104 6 60 164 ആയിട്ട്. ഓണം കഴിഞ്ഞാൽ 10 ദിവസം, ക്രിസ്മസ് കഴിഞ്ഞാൽ 10 ദിവസം, ഒരു 20 ദിവസം കൂടി ഇത് മൈനസ് ചെയ്യാം. യെസ്, പിന്നെ ശമ്പളത്തോടു കൂടി അവധി എടുക്കാവുന്ന ഒരു 20 ദിവസം കൂടി ഉണ്ട്. അപ്പൊ ആ 20 ദിവസം കൂടി ഒന്ന് മൈനസ് ചെയ്യാം. പിന്നെ പകുതി ശമ്പളത്തോടു കൂടി ലീവ് എടുക്കാവുന്ന ഒരു 20 ദിവസം കൂടി ഉണ്ട്. യെസ്, അതും കൂടി ഒന്ന് മൈനസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബക്രീദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കിട്ടുന്ന കുറച്ച് ദിവസം ഉണ്ട്. ചില ഞായറാഴ്ച ഒരു 10 ദിവസം കൂട്ട്. അത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി ഒരു 10-63 ദിവസമുള്ള ഒരു വർഷം. ഇനി ടീച്ചർ പ്രഗ്നന്റ് ആണെങ്കിൽ 180 ദിവസം ശമ്പളത്തോടു കൂടി അവധി, 6 മാസം വിത്ത് സാലറി. യെസ്, ഭാര്യ പ്രസവിച്ചാൽ ഭർത്താവിന് 10 ദിവസം അവധി. കാരണം എന്താണ്? അത് ഫ്രറ്റേണിറ്റി ലീവ്. പെൺകുട്ടികൾക്ക്, അമ്മയ്ക്ക് മെറ്റേണിറ്റി ലീവ്, 2 ലീവ്. അത് 6 മാസം കിട്ടും, അത് 10 ദിവസം കിട്ടും. യെസ്, ഭാര്യ പ്രസവിച്ചാൽ ഭർത്താവിന്റെ സാന്നിധ്യം വേണം എന്നുള്ള രീതിയിലാണ് 10 ദിവസം കൊടുത്തത്. 10 15 ഞാൻ മറന്നുപോയിട്ട്. യെസ്, അപ്പോ ടീച്ചറായി കഴിഞ്ഞാല് അടിപൊളിയാണ്. സുഖമായിട്ട് വീട്ടിലിരുന്നാൽ മതി അല്ലെ? അല്ല സിനു, ഇത്രയും ലീവൊക്കെ ഉണ്ടാ. അപ്പോൾ ന്യൂട്രീഷൻ രീതിയിലേക്കും ഒരു ജോലി കിട്ടിയിട്ട് വേണം 2 ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കാന്ന് വിചാരിക്കും അല്ലെ? പഠിക്കണ്ട, നിങ്ങൾക്ക് പണിയെ കിട്ടും. ഇപ്പൊ നമ്മുടെ ഓരോ ദിവസങ്ങളില് മറ്റു കുട്ടികളൊക്കെ മെസ്സേജ് ഒക്കെ ഇടുമ്പോൾ അവര് പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച മോണ്ടിസോറി 5th ബാച്ചിന്റെ കോൺവെക്കേഷൻ സെറിമണി ആയിരുന്നു. ഏതാണ്ട് ഒരു 120ഓളം കുട്ടികളുണ്ടായിരുന്നു. 120 കുട്ടികൾ. അവരുടെയൊക്കെ സന്തോഷം കാണാം. ഞാൻ അവർക്ക് പഠിപ്പിക്കണില്ല, അപ്പൊ അതുകൊണ്ട് എന്നെ അവർക്ക് അത്ര വലിയ പരിചയമില്ല. വേറെ ടീച്ചറെ പഠിപ്പിക്കും. അപ്പോ അവര് 120 പേര് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈൻ പോലെ തിരുവാതിരയും പിന്നെ ഒപ്പനയൊക്കെ പഠിച്ചാൽ വന്നേക്കണേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ തകർക്കിയിരുന്നു. ഞങ്ങളുടെ സായംകാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണിത് എന്ന് പറഞ്ഞിട്ട് അവര് തകർക്കിയിരുന്നു. യെസ്, അപ്പൊ അവരുടെ ഒരു 120 പേരോളം അവരുണ്ടായിരുന്നു. രാവിലെ 10-11 മണിയായപ്പോൾ തുടങ്ങിയിട്ട് ഒരു 3 മണിയായപ്പോഴാണ് അത് അവസാനിച്ചത്. അത്രയും സമയം അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. യെസ്, അപ്പൊ അവരുടെയൊക്കെ അവരുടെ മനസ്സിലേക്ക് ഒരു സന്തോഷമുണ്ട്. അപ്പൊ അതിലൊരു കുട്ടി, അത് അമ്മയും മോളും മോണ്ടിസോറി പഠിച്ച കുട്ടിയാണ്, 2 പേരും ഉണ്ടായിരുന്നു. എനിക്ക് വളരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അമ്മയും മോണ്ടിസോറി പഠിക്കുന്നു, മകളും മോണ്ടിസോറി, 2 പേരും കൂടിയാണ് സ്റ്റേജിൽ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിയത്. യെസ്, വെരി 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 എന്താ പറയുക, ഹാപ്പി മൂമെന്റ് ആയിരുന്നു. പിന്നെ ഓരോ കുട്ടികള് സമ്മാനം ഈ സർട്ടിഫിക്കറ്റും മെഡലൊക്കെ വാങ്ങാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറുമ്പോൾ അവരുടെ ബന്ധുക്കളുടെ ഭർത്താക്കന്മാര് വന്നിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കൂലേ? യെസ്, സന്തോഷത്തിന്റെ ഒരു തിളക്കം. 100ന്റെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവിടത്തെ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാവരും സന്തോഷം. യെസ്, അത് നമുക്ക് മാറി നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങള് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ, ചെറിയ ചെറിയ കുടുംബങ്ങൾ നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം. അവരുടെ ജീവിതത്തിൽ വലിയ കാറ് വേണമെന്നോ ബസ് വേണമെന്നൊന്നുമല്ല. ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ സന്തോഷിക്കുന്ന ചെറിയ ചെറിയ കുറെ കുടുംബങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. യെസ് യെസ്, പിന്നെ ഓക്കെ 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 ഓക്കെ, ദ ചിക്ക് വിൽ ഹാച്ച് നെക്സ്റ്റ് വീക്ക്. ഓക്കെ സബര. യെസ്, അപ്പോ
നമ്മളിപ്പോ 3 ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞുള്ളൂ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ. യെസ്, ആ 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളത് നമുക്ക് പറയാം. ഇനി ഒരു 6 കൂടി നമുക്ക് അത്യാവശ്യം പറയാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ പാസീവ് വോയിസിലോട്ട് കിടക്കണം. അപ്പൊ അതുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഇല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റ് ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, യെസ്. സൈൻ ഓഫ് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യട്ടെ? Okay, sir. Okay. So we will meet next day. ഇതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Till then, Thank you, sir. Thank you, sir. okay, thank you. Thank you, sir. Thank you, sir. Okay. Yes. Yes. Okay. Thank you.